നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട് ആകെ ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോഴേക്ക് നമ്മുടെ അക്കാഡമിക് കലണ്ടറും അതേപോലെ തന്നെ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ, ക്രിസ്മസ് എക്സാമിൻ്റെ, പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയിലുള്ള മക്കളുടെ മോഡല്, പ്രാക്ടിക്കല്, പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ, മിസ് പറയണത് നല്ല രീതിയിൽ ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ആയാലും ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 21 നിങ്ങളുടെ ഓണം അവധിക്ക് വേണ്ടി സ്കൂൾ അടയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓഗസ്റ്റ് 10 മുതൽ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ എക്സാം തുടങ്ങുകയാണ്, ഓണപരീക്ഷയുടെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പം ജൂൺ നമുക്ക് കംപ്ലീറ്റ് കിട്ടുന്നു എന്ന് കരുതാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 10 കൂടി നിങ്ങളുടെ ഓണപരീക്ഷയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം ഒരു ഓഗസ്റ്റ് 1 കൂടി നമ്മൾ റിവിഷൻ ചെയ്യണ്ടേ? അപ്പം കറക്റ്റ് പറഞ്ഞാൽ 2 മാസമാണ് എൻ്റെ മക്കളുടെ മുന്നിലുള്ളത്. ഈ 2 മാസം കൊണ്ട് ഓണം എക്സാമിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് 31 കൂടിയായിരിക്കും നിങ്ങളുടെ വെക്കേഷൻ കഴിയുന്നത്. പിന്നെ സെപ്റ്റംബറിലാണ് നിങ്ങൾ വരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. കാരണം ഡിസംബർ 10 കൂടി ക്രിസ്മസ് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഡിസംബർ 1 മുതലെങ്കിലും റിവിഷൻ ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി 3 മാസമാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്, ഓണം വെക്കേഷന് ശേഷം ക്രിസ്മസ് എക്സാമിന് 3 മാസമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലസ് ടുക്കാരെ അല്ല ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി 20 മുതൽ അവരുടെ പ്രാക്ടിക്കല്, പിന്നെ മോഡല്, പിന്നെ നമ്മുടെ പബ്ലിക്കും തുടങ്ങുകയാണ്. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സുകാരും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിനുള്ളിൽ സിലബസ് തീർക്കണം. ബാക്കിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് വരെ സമയമുണ്ട്. അതായത് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ SSLC അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലുള്ള മക്കൾ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബറോട് കൂടി സിലബസും കംപ്ലീറ്റ് ചെയ്ത് ജനുവരിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ, മോഡൽ, പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് SSLCക്ക് മോഡൽ പരീക്ഷയുണ്ട് ഫെബ്രുവരിയിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്ന സാധനം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ കുറച്ച് സമയമൊക്കെ പറഞ്ഞ് പക്ഷേ തുടക്കത്തിൽ തന്നെ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, എൻ്റെ കുട്ടികൾ എക്സാമിൻ്റെ സമയമാവുന്ന സമയത്ത് പേടിയാവാതെ, ടെൻഷൻ ആവാതെ, സ്ട്രെസ് ആവാതെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണോ ഇത്? ഒരിക്കലും അല്ല മക്കളെ. നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട്, പ്ലാൻഡ് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പേഴ്സ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ എക്സാമിൻ്റെ നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉയരേ ബാച്ച്, നമ്മുടെ +2 ബാച്ചിൽ ഫുൾ മാർക്ക് വാങ്ങിച്ച ആൾക്കാരാണ്. നിങ്ങൾ നോക്കിക്കേ, 1 മാർക്ക് പോലും പോവാതെ, ഓക്കെ, 1200 വാങ്ങിച്ച ആൾക്കാരാണ് ഇവർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ 2 ആൾക്കാർ മാത്രമോ? അല്ല, ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. 1 മാർക്ക് മിസ്സായിട്ടുള്ള ആളുണ്ട്, 99.9%. 2 മാർക്ക് മിസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, 3 മാർക്ക് മാത്രം പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ 3 മാർക്ക് പോയിട്ടുള്ള ആൾക്കാർ, ഇത് 4 മാർക്ക് പോയ ആൾക്കാർ, 5 മാർക്ക്, അങ്ങനെ നമ്മുടെ 90%-ന് മുകളിൽ മാർക്സ് കിട്ടിയ ആൾക്കാരുണ്ട്. ഇതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിരുടെ എണ്ണം കൂടില്ല. ഇനി നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ +1 റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ 25 സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ്, 520 മാർക്സ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ട് ഒരു ബാച്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ അതിനേക്കാൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മക്കളുടെ എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇവരെല്ലാവരും നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ സ്റ്റാർട്ട് ചെയ്തെങ്കിലേ നമുക്ക് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് സമയത്തോടു കൂടി പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എത്ര നന്നായിട്ട് പഠിക്കാൻ തയ്യാറായാലും, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ റെഡി ആയാലും, സമയമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? മിസ് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സമയമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാം കുഞ്ഞു മക്കളാണ് അല്ലേ? ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ സ്ട്രെസ് എടുത്തോ, ടെൻഷൻ എടുത്തോ, പേടിച്ചോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻജോയ് ചെയ്താണ് പഠിക്കേണ്ടത്. അങ്ങനെ എൻജോയ് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ടോപ്പ് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഒരേ ബാച്ചിൻ്റെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ മക്കളെ, ഓൾറെഡി നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1, 2, 3 ബാച്ചുകളൊക്കെ ഒരേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങി. ഓക്കെ, അവരവരുടെ ഗോളിനെ മുന്നിൽ നോക്കി കണ്ടുകൊണ്ട് അവർ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓരോ മിനിറ്റും വില
ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതെ നേരത്തെ പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേഗം തന്നെ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങൾക്ക് താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് എക്സാമും കംപ്ലീറ്റ് ബുക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉള്ള നമ്മുടെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ആകെ ഒരു കംപ്ലീറ്റ് വർഷത്തേക്കുള്ള ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ 5990 ആണ്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ഒരേ ഒരു കാരണം സമയം. നിങ്ങളെല്ലാവരും പഠിക്കാൻ കഴിവുള്ള മക്കളാണ്. പക്ഷെ നമ്മൾ എപ്പോൾ തുടങ്ങുന്നു, എത്ര നേരത്തെ തുടങ്ങുന്നു, നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യും. നിങ്ങൾ നല്ല കഴിവുള്ള മക്കളാണ്, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല എന്നാണെങ്കിൽ നമുക്ക് അതിനെക്കൊണ്ടൊന്നും ഉപയോഗം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക, വേഗം തന്നെ പഠിക്കുക. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് JEE പോലത്തെ എക്സാംസിന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേദ ബാച്ചും വീര ബാച്ചും ഉണ്ട്. കൊമേഴ്സിനാണെങ്കിൽ നമുക്ക് ജ്വാല ബാച്ചും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക, വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.